എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തോരലിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ വാഴപ്പിണ്ടിക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പോളം തേങ്ങയും അതുപോലെ തന്നെ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചതയ്ക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് 4 വെളുത്തുള്ളിയും അതുപോലെ 2 പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി എടുത്തിട്ടുമുണ്ട്. പിന്നെ നമുക്ക് ഇത് വേവിക്കാനും താളിക്കാനും ആവശ്യമായ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ. വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഉപ്പും എടുക്കുക. ഉള്ള തേങ്ങയും അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകം കൂട്ടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ വാഴപ്പിണ്ടി ഇവിടെ ശരിക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ജസ്റ്റ് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ താളിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ വാഴപ്പിണ്ടിയും മുതിരയിട്ട് വേവിച്ച് വെച്ചതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ വാഴപ്പിണ്ടി മുതിര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് മുതിരയിട്ടൊന്ന് വാഴപ്പിണ്ടി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഒന്നും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എങ്കിലും അതല്ല നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ബെൽ ഐക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.